Kavita Gold and Diamonds. Choose your special. മങ്കട അരിപ്രയിലെത്തുന്നത്, അതായത് ഓരോടം പാലത്തുന്നത് പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും ട്രാഫിക് ബ്ലോക്കായാൽ എളുപ്പത്തിൽ മങ്കടയിൽ എത്താൻ കഴിയുന്ന ഒരു റോഡാണ്. PWD റോഡാണ്. ഈ റോഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വെളുപ്പിനാണ് തകർന്ന് ഒരു സൈഡ് ഒരു വശം താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഈ റോഡിലൂടെ വലിയ വാഹനങ്ങൾ, വലിയ ക്വാറിയിൽ നിന്നൊക്കെ ഉള്ള വലിയ ടോറസ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ റോഡ് തകർന്നു വീഴുന്നത്. അപ്പോൾ ഇത് സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികൃതരെ, പഞ്ചായത്ത് അധികൃതരെ, ഉദ്യോഗസ്ഥരെല്ലാം നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ എത്തി ഇത് പരിശോധിച്ച് റോഡ് ബലപ്പെടുത്തി പാർശ്വഭിത്തി കെട്ടുന്ന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇനി വലിയ ഏതെങ്കിലും വാഹനമൊക്കെ താഴേക്ക് പോയി വലിയ ദുരന്തമായി മാറിയേക്കും. അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മങ്ങാടിപ്പുറത്ത് കട്ടപാകുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ റോഡ് ബ്ലോക്കാക്കിയപ്പോൾ ഒട്ടേറെ വാഹനങ്ങൾ ഈ വഴിയാണ് ആശ്രയിച്ചത്. അപ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെ പെട്ടെന്ന് നഗരത്തിൽ ടൗണിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ ജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു റോഡെന്ന നിലയ്ക്ക് എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് 2015 കാലഘട്ടത്തിൽ നിർമ്മിച്ച റോഡാണ്. അങ്ങാടിപ്പുറം, പിന്നെ വലമ്പൂർ, കരിമല, മങ്കട റോഡ് ഒരു മലയോര ഹൈവേ ആയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് മങ്കടയിലേക്ക് പോകാൻ 3.5 കിലോമീറ്റർ കൊണ്ട് മങ്കടയിൽ എത്തിച്ചേരാൻ പറ്റും. ഈ റോഡ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് വളരെ ഉപകാരപ്രദമായ റോഡായിരുന്നു. ഇപ്പോൾ 2020 മഴക്കാലത്ത് ഇത് ചെറുതായിട്ട് റോഡിൽ വിള്ളലുണ്ടായിരുന്നു. ഇതിന് 1/2 കിലോമീറ്റർ ഭാഗത്ത് ഇതിൽ കൂടുതൽ വിള്ളലുണ്ടായിരുന്നു. അവിടെ PWD വന്ന് റോഡ് ശരിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇത് 3-4 വർഷമായിട്ട് ഈ ലെവലിൽ കിടക്കുകയാണ്. ആരും അത് ശ്രദ്ധിക്കാതെ ഭാരമുള്ള ടോറസ് അടക്കമുള്ള കോറിയിൽ വരുന്ന വാഹനങ്ങൾ അടക്കത്തിൽ ഓടിയത് കൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ഈ അവസ്ഥ ഈ രൂപത്തിലാണ് ഉണ്ടായ കാരണം. അല്ല, ഇത് നിങ്ങൾ അധികൃതരെ, പഞ്ചായത്ത് അധികൃതർ അങ്ങനെ ആരെങ്കിലും അറിയിച്ചത്? ഇതിൻ്റെ PWD മുതൽ പഞ്ചായത്ത് അധികൃതർ എല്ലാവരും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവർ വന്നിട്ട് അവർ കൂടിയാലോചിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ വലിയ വാഹനങ്ങൾ ഇപ്പോൾ ഇതിൽ കടത്തി വിടുന്നുണ്ടോ നിങ്ങൾ? ഇതിപ്പോൾ പിന്നെ ഈ റോഡിൻ്റെ ഈ അവസ്ഥ വളരെ മോശമായിട്ട് കൂടിയും പിന്നെ അധികാരികൾ വലിയ ഭാരമുള്ള വാഹനങ്ങൾ തടയാതെ കോറി അടക്കമുള്ള വലിയ ടോറസ് വാഹനങ്ങൾ പോയത് കൊണ്ടാണ് ഇങ്ങനെ അവസ്ഥ വന്നിട്ടുള്ളത്. അത് തടയുകയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ റോഡിന് ഈ ശോചനീയാവസ്ഥ വരില്ലായിരുന്നു. അതാണ് ഇവിടെ ജനങ്ങളുടെ അഭിപ്രായം. രാവിലെ ഒരാൾ വിളിച്ച് പറഞ്ഞതാണ്, ഇവിടെ അടുത്തുള്ള പരിസരവാസി വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ റോഡ് ഇടിഞ്ഞ് നിങ്ങളെ സ്ഥലത്തേക്ക് വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് നോക്കുമ്പോഴത് അറിയണം. അതിൽ രാത്രി 9 മണി വരെ ഇതിൽ പാസ് ചെയ്യുന്ന ആളുകൾ കാരണം 9 മണി വരെ വീണിട്ടില്ല, പൊട്ടിയിട്ടില്ല. 9 മണിൻ്റെ ശേഷം രാവിലെ ഒരു 6 മണിൻ്റെ മുമ്പായിട്ടാണ് ഇത് അറിഞ്ഞിട്ടുള്ള ആളുകൾ കണ്ടിട്ടുള്ളത്. വലിയ വാഹനങ്ങൾ ഇതിൽ ഓടുന്നതുകൊണ്ടായിരിക്കും ഇഷ്ടംപോലെ ഓടുന്നുണ്ട്. ഇവിടെ കോറിയുണ്ട്, അവിടെ ഒരു ക്രഷറുണ്ട്. ഇവിടുന്ന് കോറിയിൽ നിന്ന് കല്ല് ക്രഷറൊക്കെ പോകുന്നുണ്ട്. അതെല്ലാം ഇതുവഴിയാണ് പോകല്. നല്ല വിശാലമായ റോഡാണല്ല, അത് കാരണം മറ്റുള്ള ചെറിയ റോഡിൽ കൂടി അവർ പോലും അതിൽ തന്നെ വണ്ടികൾ കാര്യമായിട്ടെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അവസ്ഥ കണ്ടത് വിളിച്ച് വന്നിട്ട് മുമ്പ് ഇതുപോലെ അറിയിച്ചാണ്, PWD അറിയിച്ചാണ്. അവർ വന്നിട്ട് പിന്നെ അന്ന് 4 വർഷം മുമ്പാണ് ഡിവൈഡറൊക്കെ അത് കെട്ടിയാണ്ട് പുതിയതൊക്കെ കെട്ടിയത്. അതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല. ഇതിൽ കണ്ടിട്ട് നമ്മുടെ ഇവിടെ കോറിയുണ്ട്, 2-3 കോറികളുണ്ട്. കോറികൾ എന്നുള്ള 25 ടണ്ണിൻ്റെ ടോറസ് വാഹനങ്ങൾ, 25 ടണ്ണെന്നൊക്കെ കയറ്റാൻ പറ്റുന്ന ടോറസ് വാഹനം 30-35 ടണ്ണും കയറ്റിയിട്ടാണ് ഈ വഴി കൂടെ പോകുന്നത്. ഈ റോഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആകെ 15 ടണ്ണിൻ്റെ കപ്പാസിറ്റിയുള്ള റോഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓവർലോഡ് കയറ്റി വന്ന ലോറികൾ ഇതിൽ കണ്ടമാനം ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ക്രഷറിലേക്ക് പോകുന്നതും കാരണം കൊണ്ടാണ് ഇതിൻ്റെ ഇത്രയും വലിയ ഒരു ഇതിൻ്റെ ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഈ വിള്ളലും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ഈ ടോറസ് വാഹനങ്ങളുടെ ഒരു കൂടുതൽ വണ്ടി ഇതിൽ ഓടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇങ്ങനെ ആയിപ്പോയത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈദ ടീച്ചർ സംഭവം അറിഞ്ഞ് ഉടനെ തന്നെ ഇവിടെ സന്ദർശിച്ചു. വളരെ നല്ല കാര്യം. ഇപ്പോൾ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണിത്. മാത്രമല്ല അങ്ങാടിപ്പുറത്തും പെരിന്തൽമണ്ണയിൽ ബ്ലോക്ക് ഉണ്ടായാൽ പോലും വാഹനങ്ങൾ ആശ്രയിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇടിഞ്ഞു വീണിരിക്കുന്നു, വലിയൊരു അപകടാവസ്ഥയാണ്. എന്താണ് പെട്ടെന്ന് ചെയ്യാൻ പോകുന്ന നടപടി? എന്തായാലും അധികൃതരെയൊക്കെ വിവരം അറിയിച്ച് ബന്ധപ്പെടുകയും ഈ റോഡ് പെട്ടെന്ന് പൂർണ്ണമായി അടച്ചിടാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നാളെ രാവിലെ തന്നെ, ഇന്നിപ്പോൾ ജോലിക്കാരെ കിട്ടാനുള്ള പ്രയാസം കൊണ്ടാണ് ഇന്ന് വരാതിരുന്നത്. അപ്പോൾ നാളെ രാവിലെ തന്നെ പണിക്ക് ഇത് അടച്ചിടാനും മറ്റുള്ള സുരക്ഷിതത്തിനുള്ള ആളുകളൊക്കെ നാളെ തന്നെ വിന്യസിക്കും. പിന്നെ ഇതിൻ്റെ തുടർ നടപടികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും. എന്താണെന്ന് വെച്ചാൽ ഓരോടമ്പാലം മങ്കട PWD റോഡാണിത്. ഈ റോഡ് പറഞ്ഞാൽ വളരെ പ്രയോജനപ്പെടുന്ന ഒരു റോഡാണ്. എന്താ ചെയ്യുക, പെട്ടെന്ന് എന്തായാലും രാത്രി ആയതുകൊണ്ട് ആർക്കും വലിയ അപകടമൊന്നും ഇല്ലാതെ നമ്മൾ കഴിച്ചിലായി. ഇത് വലിയ വാഹനങ്ങൾ, അതായത് ടോറസ് പോലുള്ള വലിയ വാഹനങ്ങൾ പോകുന്ന നല്ലൊരു റോഡാണ്.
എന്തായാലും അല്ല ഇതിപ്പോ ഞാൻ പറയുന്നത് നാളത്തേക്ക് അടച്ചിടൽ നാളത്തേക്ക് ആക്കുന്നതിന് ഇന്നെന്തെങ്കിലും അടിയന്തര ഇന്ന് അടിയന്തരമായിട്ട് അടച്ചിടണം തന്നെയാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇനിയൊരു വലിയ അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യും? അതെ, അടച്ചിടന്നെയാണ്, അടച്ച് ഇടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ തീരുമാനം. അപ്പൊ എന്നാ എത്രയും പെട്ടെന്ന് അടച്ചിടുന്നതിന്റെ കാര്യത്തിലേക്ക് നീങ്ങുമോ? നീങ്ങും നീങ്ങൂല അല്ലേ? ഓക്കെ.